കെ സുധാകരൻ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. സുധാകരനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഡൽഹിയിലോട്ട് വരൂ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലേക്ക് വരണമെങ്കിൽ എനിക്ക് ഉറപ്പ് കിട്ടണം, കണ്ണൂരിൽ എനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം. കെ സുധാകരൻ വഴങ്ങുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങളുമായി അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ചേരും. അതുപോലെ ഡൽഹിയിൽ ഹൈക്കമാൻഡ് നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് പറയാൻ ബൽറാം നെടുങ്ങാടി കൂടി ചേരും. കാരണം ഒരാളെ അനുവദിച്ചാൽ കുറേ അധികം എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കാനും മന്ത്രിമാരുടെ കുപ്പായം അണിയുവാനും ഒക്കെ കാത്തു നിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് ഹൈക്കമാൻഡിൻ്റെ തലവേദനയും. അജീഷ് ജയകുമാർ ചേരുന്നു കണ്ണൂരിൽ നിന്ന്. അജീഷ്, ഗുഡ് മോർണിംഗ്. ബൽറാം ഓൾസോ ഗുഡ് മോർണിംഗ്. അജീഷ്, കെ സുധാകരൻ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. അദ്ദേഹം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുന്ന ആളല്ല. പറയൂ. എന്തായാലും കെ സുധാകരന് കടുത്ത അതൃപ്തി തന്നെയുണ്ട് ഹൈക്കമാൻഡിന്റെ നിലപാടിനോട്. അദ്ദേഹത്തിന് ഇതുവരേക്കും ഒരു ഉറപ്പ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല കണ്ണൂരിലെ സീറ്റിൽ മത്സരിക്കുന്ന കാര്യത്തിൽ. എന്തായാലും അദ്ദേഹത്തിന്റെ ക്യാമ്പിന്റെയും ഒരു പരാതി എന്ന് പറയുന്നത് 2006 ശേഷം കണ്ണൂരിൽ കെ സുധാകരൻ ഇതുവരേക്കും നിയമസഭയിൽ മത്സരിച്ചിട്ടില്ല. 2016 അദ്ദേഹം പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ കാസർഗോഡ് ഉദുമയിലായിരുന്നു മത്സരിച്ചത്. അന്ന് പാർട്ടി CPM-ന്റെ ശക്തി കേന്ദ്രമായ ഉദുമയിൽ അദ്ദേഹം മത്സരിച്ച് തോൽക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പലതവണ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്നെങ്കിലും പിന്നീട് പാർട്ടി നിർബന്ധിച്ച് അദ്ദേഹത്തെ മത്സരിപ്പിച്ചു. അതിനുശേഷം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോഴും അദ്ദേഹത്തിനോട് പറഞ്ഞില്ല എന്നൊരു പരാതി അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു. മാത്രമല്ല അതിനുശേഷം അദ്ദേഹം പാർട്ടി നേതൃത്വം കൊടുത്തൊരു ഉറപ്പ്, അദ്ദേഹം ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാമെന്നൊരു ഉറപ്പ് അദ്ദേഹത്തിന് നേതൃത്വം നൽകിയിരുന്നു. പക്ഷേ ആ ഉറപ്പ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടു എന്നുള്ളൊരു പരാതിയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും ഉള്ളത്. അതാണ് ഇന്നലെ ഈ ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് പുറത്തു വന്നത്. തന്റെ നേതാവിന് മുറിവേറ്റു എന്നുള്ളൊരു അഭിപ്രായമാണ് കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അടക്കമുള്ളത്. അതുകൊണ്ടാണ് ഇന്നലെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നേതാക്കൾ കൂട്ടത്തോടെ കാണാനെത്തിയത്, പിന്തുണയുമായി എത്തിയത്. DCC പ്രസിഡന്റ് അടക്കമുള്ളവർ, DCC സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന് പിന്തുണ നൽകി. എന്തായാലും ചില നേതാക്കൾ പറയുന്നത് വലിയ അതൃപ്തി കെ സുധാകരനില്ല, മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന അതൃപ്തിയാണ് ഉള്ളത് എന്നുള്ളതാണ്. എന്നാൽ മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് കെ സുധാകരൻ ടീമിന് ഒരു പ്രതീക്ഷയുണ്ട്. കാരണം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സമുദായത്തിൽ നിന്ന് ഒരു നേതാവിനെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ടതുണ്ട്. അദ്ദേഹം കെ സുധാകരൻ, അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ അതിൽ ഈ സമുദായത്തെ അത് അടുപ്പിക്കുന്ന സമുദായത്തിന് വേണ്ട പ്രാതിനിധ്യം കിട്ടില്ല എന്നുള്ളൊരു പൊതു പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഈ ക്യാമ്പിനുണ്ട്. അങ്ങനെയാണ് അവർ കരുതുന്നത്. എന്തായാലും ഒരു ഉറപ്പ് കിട്ടാത്തതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആ ക്യാമ്പിൽ പ്രശ്നങ്ങൾ തുടരുന്നുണ്ട്. എന്തായാലും ആ ഉറപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ ഡൽഹിയിലേക്ക് പോകൂ എന്നുള്ളതാണ് കെ സുധാകരൻ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. കെ സുധാകരനെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ മൊത്തത്തിൽ അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമെന്ന് കരുതുന്നു. കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിൽ കെ സുധാകരൻ കൂടി കണ്ണൂരിൽ മത്സരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സീറ്റ് കണ്ണൂരിൽ നിന്ന് മാത്രം കോൺഗ്രസിനും UDF-നും കിട്ടുമെന്നാണ് അവർ കരുതുന്നത്. ഓക്കെ, താങ്ക് യു. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയതിന്. ഡൽഹിയിലേക്ക് ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, രാഹുൽ ഗാന്ധി വിളിച്ചിട്ടും അദ്ദേഹം കുലുങ്ങുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തൊക്കെയാണ് നമുക്ക് ഹൈക്കമാൻഡിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കോൺഗ്രസിന്റെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ചർച്ചകൾ ഇന്നലെ ആരംഭിച്ചു. ഈ ഒരു ഘട്ടത്തിലാണ് ഹൈക്കമാൻഡ് വലിയൊരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ MP-മാർ ഇത്തവണ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്ന ഘട്ടത്തിൽ ഹൈക്കമാൻഡ് എടുത്തിരുന്നു. എന്നാൽ നിലവിൽ തന്നെ കെ സുധാകരനടക്കം 6ഓളം MP-മാർ മത്സരിക്കാൻ താല്പര്യം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. പ്രത്യേകിച്ച് കെ സുധാകരൻ തന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ മത്സരിക്കാൻ കഴിയില്ല എന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് അദ്ദേഹം ഇടഞ്ഞതും കേരളത്തിലേക്ക് മടങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഹൈക്കമാൻഡിന്റെ പ്രതിസന്ധി എന്നുള്ളത് കെ സുധാകരന് മാത്രം ഒരു ഇളവ് നൽകുകയാണെങ്കിൽ അത് മറ്റ് MP-മാരും താല്പര്യം അറിയിച്ച മറ്റ് MP-മാർക്കും സീറ്റ് നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും, അല്ലെങ്കിൽ പ്രശ്നം വ്യാപിക്കും. ഇനി കെ സുധാകരന് സീറ്റ് നൽകിയില്ല ഈ ഒരു നിലപാടിൽ ഉറച്ചു നിന്നാൽ അത് കേരളത്തിൽ മുഴുവൻ തന്നെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. കാരണം സംസ്ഥാനത്ത് ഉടനീളം വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ് കെ സുധാകരൻ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ചർച്ചയ്ക്കായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. പ്രത്യേകം രാഹുൽ ഗാന്ധി നേരിൽ കണ്ട അദ്ദേഹത്തെ അന്വയിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ ഒരു നീക്കം. എന്നാൽ നേരത്തെ തന്നെ താൻ കേരളത്തിൽ സംഘടനാ പ്രവർത്തനം നടത്താൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചിരുന്നുവെന്നും അതിൽ ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല.
ഇത് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും അത് പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സുധാകരന്റെ പ്രധാനമായ അതൃപ്തിയുള്ളത്. അദ്ദേഹം ഇതുവരെയും അടങ്ങാനോ ഹൈക്കമാൻഡുമായി ഈ വിഷയത്തിൽ ഒരു സ്ഥാനാർത്ഥിത്വം ഉറപ്പ് ലഭിക്കുന്നതുവരെ ഒരു ചർച്ചയ്ക്കോ തയ്യാറായിട്ടില്ല. എന്തായാലും ഹൈക്കമാൻഡ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ തുടരും എന്നാണ് ഹൈക്കമാൻഡ് അറിയിക്കുന്നത്. അതിന് എന്താണ് മാർഗങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹവുമായി സംസാരിക്കാൻ കഴിയുന്ന നേതാക്കൾ വഴി അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുക, അനുനയിപ്പിക്കുക എന്നുള്ളതാണ് ഹൈക്കമാൻഡിന് മുന്നിലുള്ള മാർഗം. അദ്ദേഹം പറയുന്ന ആളുകളെ സ്ഥാനാർത്ഥികളാക്കാം എന്നതടക്കമുള്ള ഉപാധികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിനൊന്നും തന്നെ ഇതുവരെയും കെ സുധാകരൻ വഴങ്ങിയിട്ടില്ല. SKN. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.